അപ്പോഴേ ഞാനിന്നൊരു യാത്ര പോകും കേട്ടോ. യാത്ര എന്ന് പറയുന്നത് അത്ര ദൂരെയെന്നല്ല, എന്നാലും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പേ. അപ്പോൾ അതൊന്ന് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ആയുർവേദ പ്രൊഡക്റ്റാണ്, എലമെൻസിൻ്റെ. ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചായി, ഒരു വർഷമൊക്കെ ആയിരുന്നു. കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ പോയി വന്നിട്ട് ബാക്കി നമുക്ക് വിശേഷം പറയാം. നമ്മൾ എടുക്കാൻ പോയ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഹായ്, ഇത്രയേ ഉള്ളൂ. ഒക്കെ എന്നിട്ട് ആദ്യം എന്നിട്ടല്ലേ എന്തുകൊണ്ട് ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്. ഞാൻ എന്തായാലും ഒന്ന് പൊട്ടിച്ചിട്ട് കഴിച്ച് നോക്കി. ഇതാ ഇതിലുണ്ട് കേട്ടോ. ഇതാട്ടോ, ഇതിൽ നല്ല പഴുത്തത്. ഇതാ ചീത്ത പറയുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ പൊട്ടിക്കുന്നുണ്ട്. 2 എണ്ണം 3 എണ്ണം 4 എണ്ണം പൊട്ടിച്ചു. ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞത് ഈ ഒരു സംഭവങ്ങളാണ് വാങ്ങിക്കാനായിരുന്നു. ഇത് എലമെൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. അല്ല, കുറെ ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഞാനിത് ഒരു വർഷത്തോളമായി നമ്മളിത് സെയിൽ. അപ്പോൾ ഇത് ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ച് ഞാൻ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെൽത്തിനുള്ള പ്രൊഡക്റ്റുകളാണിത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ ഇപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് ഇത് എലമെൻസിന്റെ പ്രൊഡക്റ്റുകളാണ്. നല്ല പ്രൊഡക്റ്റാണ്. ഈ ഒരു ഓയിൽമെന്റ് നമുക്ക് മുറിവിന് തീപ്പൊള്ളലേറ്റാൽ അതിനൊക്കെ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് തരുന്നത്. പിന്നെ ഈ സോപ്പ്, ഇത് നമുക്ക് നല്ല, അതേപോലെ തന്നെ ഈ സോപ്പ് കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ഭയങ്കര ക്ലിയർ ആണ്. ഈ ഷാമ്പു ഇല്ലേ, ഇത് താരൻ പോവാനുള്ളതാണ് കേട്ടോ. ഈ ഷാമ്പൂവിന് നല്ല റിസൾട്ടാണ്. ഇത് ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാനിന്ന് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ പോയിട്ട്. ഇപ്പോൾ റോഡിൽ നിന്ന് പെറുക്കിയതാണ് ഈ ഒരു സംഭവം. ഇത് ഞങ്ങൾ ഞാൻ പോകുമ്പോൾ ഈ സംഭവം റോഡിൽ വീണിട്ടുകാരുണ്ട്. പക്ഷേ നമുക്ക് എടുക്കാനും മടിയായിരുന്നു, റോഡിൽ നിന്ന് പെറുക്കണ്ടേന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും വെള്ളാച്ചിൽ ഞാനൊന്ന് പെറുക്കി. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഞാൻ തുറന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് 2-3 ചെറിയത് എത്ര ശല്യം അറിയോ? വലിപ്പമൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള സംഭവം മക്കളെ. ആൾക്കാർ ഇത് വീഡിയോ ഇടുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് പെറിച്ചെടുത്ത് കഴിക്കുന്നതൊക്കെ. ഇതിന് എന്താ കഴിക്കാൻ കിട്ടുക? ഞാൻ മണ്ണാർക്കാട് നേക്കിയിട്ട് വന്നത് വെറുതെ. അയ്യോ കഷ്ടം. ഇനി അടുത്തതും കൂടി ഒന്ന് കുറിച്ച് നോക്കാം. എന്തായാലും കൊണ്ടുവന്നില്ലേ. കൈ മാറ്റി ഇതിലും ഇല്ല ഒന്നും. അപ്പൊ അങ്ങനെ നമ്മുടെ ആ പൂതി മാറി. 2 കൊല്ലത്തോളായിരുന്നു പെറുക്കണം എന്നുള്ള പൂതി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പോയി വന്നു. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.